പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണം നാം എങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ആഖിറത്തെ കുറിച്ചുള്ള ചിന്തകളെല്ലാം വിട്ടുപോയി. വെറും ദുന്യവിയായ ചിന്തകളിൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. സദാസമയം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്, ആനന്ദമാണ്, അനുഭൂതിയാണ്. നമ്മൾ മനസ്സിലാക്കണേ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിലേക്ക് നമസ്കാരത്തിനായി വരികയാണ്. ആ സമയമുണ്ടല്ലോ, ചിലരുടെ പല്ലുകൾ ചിരികൾ കാരണമായി വെളിയിൽ പ്രകടമായതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ സാധിച്ചു. പ്രവാചകൻ അതാ ദർശിക്കുകയാണ്. ചിലരതാ സന്തോഷത്തോടുകൂടി അമിതമായി അതാ ആഹ്ലാദിക്കുന്നവരുടെ കൂട്ടത്തിലായിക്കൊണ്ട് ചില തമാശകളിലായിക്കൊണ്ട് എന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചുപോയി. ആ സമയം അതാ പല്ല് വെളിയിൽ കാണുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്നതായ മരണത്തെ നിങ്ങൾ അധികരിപ്പിക്കണേ. ആ മരണത്തിന്റെ ചിന്തയെ ഓർക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കണമേ. നിങ്ങളതാ ആ മരണത്തെക്കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകുമായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എല്ലാ രസങ്ങളെയും അതാ മുറിച്ചു കളയുന്ന മരണത്തിന്റെ ചിന്തയെ നിങ്ങൾ ഓർക്കണേ. അതാ ഓരോ ദിവസവും ഖബർ പ്രകാരം ഓരോ ദിവസവും വിളിച്ചു പറയുന്നതാണ്. ഖബർ പ്രകാരം വിളിച്ചു പറയാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതല്ല. എന്താണ് പറയുന്നതെന്ന് കേൾക്കണേ. ഞാൻ അപരിചിതമായ ഒരു വീടാണ്, അന ബൈത്തുൽ ഖുർബാ. ഞാനതാ എങ്ങനെയുള്ള വീടാണ്? അപരിചിതമായ വീടാണ്, ഏകാന്തതയുടെ വീടാണ്. ഞാൻ ഏകാന്തതയുടെ വീടാണ്. ഞാൻ മണ്ണിന്റെ വീടാണ്, പുഴുക്കളുടെ വീടാണ് എന്നതാ ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുകയാണ്. ഒരു മുഅ്മിനായ ദാസനെ അടക്കപ്പെട്ടാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതാ അവന് ആ ഖബറിലേക്ക് അവനോട് ആ ഖബർ പറയുന്നതാണ്, സ്വാഗതം, മർഹബാ മർഹബൻ വ അഹ്ലാ. ഖബർ വിളിച്ചു പറയുകയാണ്, സ്വാഗതം നിനക്ക്, നിനക്കതാ സ്വാഗതമാണ്. എന്റെ മുകളിൽ കൂടി നീ നടന്നവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളായിരുന്നു. ഇന്ന് നിങ്ങളെ എന്നിൽ ഏൽപ്പിക്കുകയും നിങ്ങൾ എന്റെ അരികിലെത്തുകയും ചെയ്തിരിക്കുന്നതിനാൽ എന്റെ നല്ല പെരുമാറ്റം നിങ്ങൾ കാണുന്നതാണ്. തുടർന്ന് ഖബറാളിയുടെ കണ്ണെത്തുന്ന ദൂരത്തോളം ഖബർ വിശാലമാക്കപ്പെടുന്നതും അദ്ദേഹത്തിന് വേണ്ടി ആ സ്വർഗത്തിലേക്കൊരു കവാടം തുറന്നു കൊടുക്കപ്പെടുന്നതുമാണ്. സത്യനിഷേധിയായ ഒരാളെ ഖബറടക്കപ്പെട്ടാൽ ഖബർ അയാളോട് പറയും, നിനക്ക് സ്വാഗതമില്ല, ലാ മർഹബാ വലാ അഹ്ലാ. നിനക്കെന്താണ്? നിനക്ക് സ്വാഗതമില്ല. എന്റെ മുകളിൽ കൂടി നീ നടന്നവരിൽ, എന്റെ മുകളിൽ കൂടി നടന്നവരിൽ എനിക്ക് നീ ഏറ്റവും വെറുപ്പ് നിന്നോടായിരുന്നു. ഇന്ന് നിന്നെ എന്നിലേക്ക് ഏൽപ്പിക്കുകയും എന്നിലേക്ക് നീ വന്നെത്തുകയും ചെയ്തിരിക്കുന്നതിനാൽ എന്റെ പെരുമാറ്റം നീ കാണുന്നതാണ്. തുടർന്നതാ വാരിയല്ലുകൾ പരസ്പരം കോർക്കുന്ന നിലയിൽ ഖബർ അയാളെ എരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഒരു കയ്യിലേതാ വിരലുകൾ മറു കയ്യിലേക്ക് കോർത്തതാ കാണിച്ചു. എന്നിട്ടതാ സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. രണ്ട് വിരലുകൾ അതാ കൈകൾ കോർത്തുകൊണ്ട് ഇത്തരണത്തിലതാ അവരുടെ വാരിയെല്ലുകൾ കോർക്കുന്നതാണ്, ഞെരുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു അവന്റെ മേൽ 70 കടുത്ത സർപ്പങ്ങളെ ഏർപ്പെടുത്തുന്നതാണ്. അതിലും നീ ഭൂമിയിൽ ഊതുകയാണെങ്കിൽ അതിന്റെ വിഷം കടുപ്പം കാരണം, അത് വിഷത്തിന്റെ കടുപ്പം കാരണം ലോകം അവസാനിക്കുന്നിടത്തോളം ഭൂമിയിൽ ഒന്നും മുളയ്ക്കുന്നതല്ല, ഒരു ചെടി പോലും മുളയ്ക്കുന്നതല്ല. അത്രയധികം വിഷമാണ്. വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നത് വരെ അവനെ അതാ ആ പാമ്പന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുത്തിയതാ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബർ സ്വർഗ്ഗത്തോട്ടങ്ങളിൽ നിന്നുള്ള തോട്ടമോ നരകക്കുണ്ടുകളിൽ നിന്നുള്ള കൊണ്ടോ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കളിതമാശകളും അതുപോലെ തന്നെ നേരം പോക്കുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ? എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്നതായ മരണത്തിന്റെ ചിന്തയെ അധികരിപ്പിക്കണേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സ്വഹാബത്തിനോട് പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്കതാ കാണാൻ സാധിക്കുകയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിവരിച്ചതായി നമുക്കതാ ഹദീസിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ, നിമിഷങ്ങൾ, അതുപോലെ തന്നെ മണിക്കൂറുകൾ ഉണ്ടല്ലോ, റബ്ബിനോടുള്ള ആ സ്നേഹവും അവനോടുള്ള അടുപ്പവും നമ്മൾ ഏറ്റിയേറ്റി, നമ്മൾ ആഖിറത്തെ കുറിച്ചുള്ള ചിന്തകൾ ഏറ്റിയേറ്റി നാളെ സ്വർഗമെന്ന് പറയുന്ന സുന്ദരമായ ആ തോട്ടങ്ങളിലേക്ക് ലഭിക്കുവാനുള്ള ഖബറിൽ നിന്നുള്ള സ്വർഗ്ഗത്തൊപ്പാകാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. നാഥൻ അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.